കേരളത്തിലെ കോൺഗ്രസിൽ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ കെ സുധാകരനും വി ഡി സതീശനും രണ്ടുപേരും രണ്ട് വഴിക്ക് തന്നെയാണ്. ഒന്നിച്ച് ഇരുന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ രണ്ടുപേരും രണ്ട് വഴിക്ക് സഞ്ചരിച്ച് തുടങ്ങി. കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരനും പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനും വന്ന ഘട്ടം നാം ഒന്ന് ഓർക്കണം. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കണ്ണൂരിൽ നിന്ന് വണ്ടി കയറി തിരുവനന്തപുരത്ത് ഇറങ്ങിയത് മുതൽ സ്വീകരിക്കാനും കൊണ്ടു നടക്കാനും കെ പി സി സി പ്രസിഡന്റിനെ ആ കസേരയിൽ അവരോധിക്കാനും വി ഡി സതീശൻ ഒപ്പമുണ്ടായിരുന്നു. രണ്ടുപേരും തോളോട് തോൾ ചേർന്ന് നിന്ന് കൈയുയർത്തി അണികളെ അഭിവാദ്യം ചെയ്യുന്ന ചിത്രങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. പ്രതിപക്ഷ നേതാവ് എപ്പോഴും പറയും കെ പി സി സി പ്രസിഡന്റിനോട് ആലോചിച്ച് മാത്രമേ എന്ത് തീരുമാനവും എടുക്കുകയുള്ളൂ എന്ന്. അത് തന്നെ ആവർത്തിച്ച് പറയും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും. അത്രമാത്രം അടുപ്പത്തിലായിരുന്നു രണ്ടുപേരും. പക്ഷേ രണ്ടുപേരും ഇപ്പോൾ രണ്ട് വഴിക്കായി മാറിയിരിക്കുന്നു. രണ്ടുപേരും ഇപ്പോൾ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ കെ പി സി സി പ്രസിഡന്റിനെ ആ സ്ഥാനത്ത് നിന്ന് തെറിപ്പിക്കാം എന്നാണ് വി ഡി സതീശൻ വിഭാഗം കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ പ്രതിപക്ഷ നേതാവിനെ ഒന്ന് ഒതുക്കാം, അതാണ് കെ പി സി സി പ്രസിഡന്റിന്റെ കൂടെ നിൽക്കുന്നവർ ആലോചിച്ചു കൊണ്ടിരിക്കുകയും അത്തരം നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതാണ് ഏറ്റവും ഒടുവിൽ പുനഃസംഘടനാ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പുനഃസംഘടന വേണം എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടുവന്നത് വി ഡി സതീശൻ വിഭാഗമാണ്. അതിന് നേരത്തെ തന്നെ കരുക്കൾ നീക്കിക്കൊണ്ടിരുന്നു വി ഡി സതീശൻ വിഭാഗം. കെ സുധാകരന് അസുഖമാണ്, കെ സുധാകരന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, കെ പി സി സിയെ നയിക്കാൻ കഴിയുന്ന ആരോഗ്യം കെ സുധാകരനില്ല. ഇതാണ് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. അത് നന്നായി മാധ്യമങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് പുനഃസംഘടന എന്ന വിഷയത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വി ഡി സതീശൻ വിഭാഗത്തിന് കഴിഞ്ഞത്. അത് ചർച്ചയാക്കി മാറ്റാനും കഴിഞ്ഞു. ആരാണ് അടുത്ത കെ പി സി സി പ്രസിഡന്റ് എന്ന ചർച്ചയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. അപ്പോൾ കെ സുധാകരൻ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു, ഒരു മാറ്റവുമില്ല, കെ പി സി സി പ്രസിഡന്റായി ഞാൻ തന്നെ തുടരും, പാർട്ടി പറഞ്ഞാൽ മാറും എന്ന് അദ്ദേഹം പറയുന്നുമുണ്ടായിരുന്നു. പക്ഷേ അതിനിടയിലാണ് വളരെ വലിയ ട്വിസ്റ്റ് ഉണ്ടായത്. ആ ട്വിസ്റ്റ് ചെയ്യുന്നത് ചാണ്ടി ഉമ്മൻ നടത്തിയ ഒരു പ്രസ്താവനയാണ്. കെ സുധാകരൻ മാറേണ്ടതില്ല എന്ന അഭിപ്രായം വെട്ടിത്തുറന്ന് പറഞ്ഞു ചാണ്ടി ഉമ്മൻചാണ്ടിയുടെ മകൻ. അപ്പോൾ തന്നെ ആ പ്രതികരണം ഏറ്റുപിടിച്ചുകൊണ്ട് കെ മുരളീധരൻ രംഗത്ത് വന്നു, രമേശ് ചെന്നിത്തല രംഗത്ത് വന്നു, എ ഗ്രൂപ്പിന്റെ പ്രതിനിധി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രംഗത്ത് വന്നു. എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞു സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറേണ്ടതില്ല എന്ന്. അതോടുകൂടി കൊമ്പൊടിഞ്ഞത് വി ഡി സതീശനാണ്, വി ഡി സതീശൻ വിഭാഗത്തിനാണ്. അവർ എത്രയോ കാലമായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ചർച്ച ഒരു നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമായി മാറി. ഒടുവിൽ എ ഐ സി സിക്കും പറയേണ്ടി വന്നു, കെ സി വേണുഗോപാലിനും പറയേണ്ടി വന്നു, കേരളത്തിൽ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റില്ല, പുനഃസംഘടന കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തുടർന്നുകൊണ്ടായിരിക്കും എന്ന്. ഇത് വലിയ പ്രതിസന്ധി വി ഡി സതീശൻ വിഭാഗത്തിലുണ്ടാക്കി. വി ഡി സതീശൻ വിഭാഗം കരുതിയത് കോൺഗ്രസിനെ കൂടി കൈപ്പിടി ഒതുക്കാം എന്നാണ്. കോൺഗ്രസ് എന്ന പാർട്ടി സംവിധാനത്തെ കൂടി കൈപ്പിടിയിൽ ഒതുക്കിയാൽ, അഥവാ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എനിക്കൊരു ഭീഷണി ഉണ്ടാകില്ല. അതാണ് വി ഡി സതീശന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ കൂടി കൈപ്പിടിയിൽ ഒതുക്കാൻ വി ഡി സതീശൻ ശ്രമിച്ചത്. പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റായി അദ്ദേഹത്തിന്റെ ഒരു നോമിനി, ഒരു വിശ്വസനം കൂടി വന്നു കഴിഞ്ഞാൽ സംഘടന മൊത്തം തൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങും. അതായിരുന്നു വി ഡി സതീശന്റെ കണക്കുകൂട്ടൽ. അതാണ് തകർന്ന് താഴെ വീണത്. അതുമാത്രമല്ല, കേരളത്തിൽ രണ്ട് ചേരി രൂപം കണ്ടു കോൺഗ്രസിനകത്ത്. ഒന്ന് വി ഡി സതീശനെ അനുകൂലിക്കുന്ന വിഭാഗവും മറ്റൊന്ന് കെ സുധാകരനെ അനുകൂലിക്കുന്ന വിഭാഗവും. വി ഡി സതീശനോട് എതിർപ്പുള്ള എല്ലാവരും കെ സുധാകരന്റെ പിറകിൽ അണിനിരക്കുന്ന കാഴ്ച അത് കോൺഗ്രസിൽ ഇതുവരെ ഇല്ലാത്ത സംഭവമാണ്. അതാണ് ഇപ്പോൾ നടന്നത്. പുനഃസംഘടന വേണം, താഴെത്തട്ടിൽ പുനഃസംഘടന നടക്കാനുണ്ട്. കെ പി സി സിയിൽ ഒഴിവുള്ള സ്ഥാനങ്ങളിൽ നിയമനം നടത്തണം. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് ഒരു പോസ്റ്റ് കൊടുക്കണം. പി വി അൻവർ വരാൻ കാത്തിരിക്കുന്നു, അത് സംബന്ധിച്ച് തീരുമാനമെടുക്കണം. ഇങ്ങനെ വലിയ പ്രശ്നങ്ങൾ കോൺഗ്രസിന് മുന്നിലുണ്ട്. കോൺഗ്രസ് കഴിഞ്ഞ നിയമസഭാ ബൈ ഇലക്ഷൻ, ആ ഇലക്ഷൻ്റെ റിവ്യൂ എന്താണ് അവിടെ നടന്നത്, എന്തുകൊണ്ടാണ് ചേലക്കരയിൽ പരാജയപ്പെട്ടത്, എന്തുകൊണ്ടാണ് പാലക്കാട് വൻ വിജയം നേടാൻ കഴിഞ്ഞത് എന്ന് സംബന്ധിച്ച് ഒരു അവലോകനം നടത്തേണ്ടതുണ്ട്. അതിനു മുമ്പ് ഈ പുനഃസംഘടനയെ സംബന്ധിച്ചും ഇലക്ഷൻ അവലോകനത്തിനും ഒന്ന് നേരിട്ടിരിക്കാം
എന്ന് തീരുമാനിച്ചിരുന്നു. ഹൈക്കമാൻഡിന് നിർദ്ദേശമുണ്ടായിരുന്നു രണ്ടുപേരും ഒന്നിച്ചിരുന്ന് സംസാരിക്കണം എന്ന്. ആരൊക്കെ? KPCC പ്രസിഡന്റ് K സുധാകരനും അതോടൊപ്പം VD സതീശനും. രണ്ടുപേരും ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ഒരു ഏകദേശ രൂപമുണ്ടാക്കി അത് വെച്ച് മുന്നോട്ട് പോകണം. അതിന് ഹൈക്കമാൻഡിന്റെ പിന്തുണയുണ്ടാകും. ആദ്യം നിങ്ങൾ ചർച്ച ചെയ്ത് ഒരു രൂപമുണ്ടാക്കൂ, അതിനുശേഷം അത് സംബന്ധിച്ച് വിശാലമായ ചർച്ച നടത്താം. ഇതായിരുന്നു AICC മുന്നോട്ട് വെച്ചത്. പക്ഷേ രണ്ടുപേർക്കും ഒന്നിച്ചിരിക്കാൻ പോലും കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ഒന്നിച്ചിരിക്കാമെന്ന് ഇരുവരും സമ്മതിച്ചതാണ്. പക്ഷേ VD സതീശൻ ഇരിക്കാൻ തയ്യാറായില്ല. എന്ന് വെച്ചാൽ മുഖാമുഖം ഇരുന്ന് സംസാരിക്കാൻ കഴിയാത്ത വിധത്തിൽ രണ്ട് നേതാക്കളും രണ്ടു വഴിക്ക് സഞ്ചരിച്ചു തുടങ്ങി എന്നർത്ഥം. കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾക്ക്. പ്രതിപക്ഷ നേതാവും അതോടൊപ്പം KPCC പ്രസിഡന്റും ഒന്നിച്ച് ഇരുന്ന് സംസാരിച്ച് കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. പുനഃസംഘടന നടത്താൻ കഴിയുന്നില്ല. ഇലക്ഷൻ റിവ്യൂ നടത്താൻ കഴിയുന്നില്ല. ഒന്നിച്ച് ഇരിക്കാൻ തീരുമാനിച്ച യോഗം നടക്കാതെ പോയി മാറ്റിവെച്ചു. ഇത്രയും ഗുരുതരമായ പ്രതിസന്ധി ഇതിനു മുമ്പ് കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പിച്ചു പറയാൻ കഴിയും ഇല്ല എന്ന്. അതാണ് ഇപ്പോൾ കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിൽ കാര്യങ്ങൾ അത്ര സുഗമമല്ല. നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് നേതാക്കൾക്ക് ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ കഴിയാത്ത വിധത്തിൽ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ സങ്കീർണമായി മാറിയിരിക്കുന്നു. ഇനി ഹൈക്കമാൻഡിന്റെ ഇടപെടലുണ്ടായേ തീരൂ. ഇടപെടൽ ഉണ്ടായാലും KPCC പ്രസിഡന്റ് മാറാതെ അദ്ദേഹവുമായി സഹകരിക്കില്ല എന്ന് VD സതീശൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരസ്യമായിട്ടല്ല എങ്കിലും അവരുടെ അണികൾക്ക് ഇടയിൽ. അതേസമയം KPCC പ്രസിഡന്റും ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നാണ് KPCC പ്രസിഡന്റിനോടൊപ്പമുള്ളവർ പറയുന്നത്. അവർ പറയുന്നത് പ്രതിപക്ഷ നേതാവുമായും VD സതീശനുമായും ഇനി സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന്. ആരെങ്കിലും ഒരാൾ മാറിയേ കോൺഗ്രസ് മുന്നോട്ട് പോകും. അതാര്? പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് VD സതീശൻ മാറുമോ? അതല്ല KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് K സുധാകരൻ മാറുമോ? രണ്ടുപേരെയും ഒന്നിച്ചിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. രണ്ടുപേരെയും മാറ്റേണ്ട, മറ്റു പുനഃസംഘടന മതി എന്നാണ്. അതിലും മറ്റൊരു കുറുക്കൻ്റെ കെണിയുണ്ട്. KC വേണുഗോപാൽ കാണുന്നുണ്ട്. രണ്ടുപേരും തമ്മിലടിക്കട്ടെ, അപ്പോൾ എനിക്ക് ഒരു സേഫ് ലോഞ്ചിങ് ഉണ്ടാവും കേരളത്തിലേക്ക് എന്നത്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥ അത് നാളെ എന്ത് സംഭവിക്കും എന്നതല്ല. പക്ഷേ ഇന്നത്തെ അവസ്ഥ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മുഖാമുഖം കണ്ടാൽ മിണ്ടാത്ത അവസ്ഥ, ഒന്നിച്ചിരുന്ന് കോൺഗ്രസിൻ്റെ സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. അതാണ് ഇന്നത്തെ കേരളത്തിലെ കോൺഗ്രസ്.